മേടിച്ചിട്ട് 1 വർഷമായുള്ള അതിനുള്ളിൽ തീർന്നു. എന്തൊരു ചൂടാ ഇവിടെയൊക്കെ. എന്താ കുസ്തി പിടിച്ച് മതില് മറിച്ചിടണ്ട. പേസ്റ്റ് ഇതെവിടെന്നാ? ഇതെന്റെ, അല്ലാതെ ഈ വീട്ടിൽ എവിടുന്ന പേസ്റ്റ്? പേസ്റ്റ് ഇല്ലഞ്ഞിട്ടൊന്നും അല്ല. ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്. അല്ലാതെ ഇല്ലഞ്ഞിട്ടല്ല. അച്ഛാ, 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റിംഗ് എടുത്തേ. പല്ലിക്കുന്ന ഫാമിലിയാണെന്ന് അറിയട്ടെ. കൂടുതൽ ഇടിക്കല്ലേ. എങ്ങനെ ചിരിക്കാതിരിക്കും? 1200 ഗ്രാമിന്റെ പേസ്റ്റ് ഇല്ലാന്ന് ഏത് പൊട്ടിക്കും അറിയാം. ഓഹോ, അപ്പൊ മനസ്സിലായല്ലേ. കൂടുതൽ ഡയലോഗ് അടിക്കാതെ പല്ലിയേക്ക്. അതെ, ഒന്ന് നിന്നേ മോളെ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ കുളിപ്പിച്ചും കൂടി താ. ഞാൻ റെഡി. നീ റെഡിയാവും. നീ ആ സൈസ് സാധന. നാണോ ഇല്ലാത്തവള്. അതാരാന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു? വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ. അച്ഛാ, ഇവളൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നതാ? ഈ അച്ഛനോടെ പോയി കിടക്ക. അച്ഛാ, അച്ഛാ, കാണല്ലേ സാർ. നീയാ? എന്താ രാവിലെ പത്രത്തിന്റെ ബില്ല്? ഓ, അതൊന്നും വേണ്ടപ്പാ. തമാശ കളഞ്ഞിട്ട് കാശ് എടുക്കട്ടെ സാറേ. 450 രൂപ. 450 രൂപ? അതിനു വേണ്ടിട്ട് നീ രാവിലെ വന്നേക്കണേ. നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടോ. ഇനി 1 മാസം കഴിഞ്ഞാ? ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയിട്ടാ. എടാ, അപ്പുറത്തെ വീട്ടിലെ തോമസ് ചേട്ടനല്ലേ കോടിക്കണക്കിന് രൂപയുടെ കടക്കാരനാ. അറിയോ നിനക്ക്? എനിക്ക് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ കണക്കൊന്നും അറിയണ്ട. എനിക്ക് എന്റെ പത്രത്തിന് 450 രൂപ അപ്പം കിട്ടണം. ഓ പിന്നെ, ഞങ്ങൾ ഈ പാവങ്ങളുടെ 450 രൂപ ഇട്ടിട്ടുണ്ട് നിന്റെ മാതൃഭൂമി പത്രം നടന്നു പോവാൻ. ഒന്ന് പോരാ. നല്ല ഒന്നാമതൊരു വീട് കെട്ടിയിട്ടുണ്ടല്ലോ ചേട്ടാ. എന്തിനായി പിച്ചത്തരം കാണിക്കണേ? വീടല്ലേ കെട്ടിട്ടുള്ളൂ, ഞാൻ കെട്ടിട്ടില്ലല്ലോ. എടാ, ഞാൻ കെട്ടിക്കഴിഞ്ഞതെങ്കിൽ ആ സ്ത്രീധനത്തിന്റെ തുക കൊണ്ട് ആദ്യം കടമിട്ടത് നിന്റെ ഇരിക്കൂടാ. ആ കല്യാണം കൂടി ഞങ്ങൾ മാതൃഭൂമിക്കാർ നടത്തി തരാം. ആയിക്കോട്ടെ. അതെ, എന്റെ കല്യാണം നടത്തിയിരിക്കുക. ഈ ഒരു ജോലിക്കാരും പറഞ്ഞിട്ട് ആ ആലോചന നടന്നിട്ടുള്ളത്. ഈ കാശ് കൂടി തന്നില്ലെങ്കിൽ എന്റെ ഏജൻസി കെട്ടി. എന്റെ ഏജൻസി കെട്ടിയതിന്റെ കല്യാണം നടക്കില്ല ചേട്ടാ. വയലന്റ് ആവല്ലേ രമേശ. നീ ഒരു കാര്യം ചെയ്യ്, നീ അതവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ആരെ? പെൺവീട്ടുകാരെ? അല്ലട, പത്രക്കാരെ. ഇപ്പൊ ഞാൻ നിന്നോട് ഒരു ഒഴിവ് പറയുന്നില്ല, അതുപോലെ നീ അവരോട് ഒഴിവ് പറയും. അവര് മറ്റുള്ളവരോട് ഒഴിവ് പറയും. അങ്ങനെ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞില്ലടാ നമ്മൾ ഇന്ത്യക്കാർ ജീവിച്ചു പോണത്. അതെ, അങ്ങനെ മറ്റുള്ളവർ പറയുന്ന ഒഴിവില്ല നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. അതെ, ഇന്ന് വൈകുന്നേരത്തോടെ കാശ് എന്തെങ്കിലും എന്റെ സ്വഭാവം മാറൂട്ടാ. നീ ഒരു ചുക്കും ചെയ്യില്ല. നാളെ മുതൽ പത്രം വായിക്കണമെന്ന് കാണാ. നിന്നെ. അതെ, പത്രം നിന്റെ മാത്രമല്ല, കേരളത്തിൽ 5-6 പത്രങ്ങൾ വേറെ ഉണ്ട്. എടാ, ഓരോരുത്തരോട് ഒരു 3 മാസം വെച്ച് കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് 2 വർഷം പോകും. അറിയോടാ, പോടാ പേരട്ടത്തിണ്ടി. അയ്യേ, എന്ത് ജന്തുക്കളത്. അച്ഛനും മുന്നും കൂടി ഇറങ്ങിയിരിക്കാൻ നാട്ടുകാരെ പറ്റിക്കാൻ.